നമുക്ക് പാലക്കാട്ടേക്ക് ഒന്ന് പോകാം. പാലക്കാട്ടിൽ ഒരു വാർത്തയുണ്ട്. പാലക്കാട് ചിറ്റൂരിൽ ISJD സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുരുകദാസ് LDF സ്ഥാനാർത്ഥിയാകും. ISJD നിയോജക മണ്ഡലം നേതൃത്വത്തിൽ സ്ഥാനാർത്ഥിയെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് പ്രഖ്യാപിച്ചത്. ഇത്തവണ മത്സരത്തിനില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കിയിരുന്നു. അഡ്വക്കേറ്റ് മുരുകദാസ് LDF സ്ഥാനാർത്ഥിയായി വരുന്നു ചിറ്റൂരിൽ. ഇക്ബാൽ ഇറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ചിറ്റൂരിൽ മുരുകദാസിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞോ? LDFന്റെ ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണെന്ന് തോന്നുന്നു ഔദ്യോഗികമായി. അരുൺകുമാർ, അതായത് ഇനി ചിറ്റൂരിൽ നല്ല ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്കും ഇല്ല എന്നുള്ളത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി റിപ്പോർട്ടർ TVയിലൂടെയാണ് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് വ്യക്തമാക്കുകയും ചെയ്ത് ഈ നിലപാട് മന്ത്രി സ്വീകരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ചിറ്റൂരിലെ ജനതാദൾ പ്രവർത്തകരെത്തുകയും മന്ത്രി തന്നെ മത്സരിക്കണം, കാരണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മന്ത്രി തന്നെ ചിറ്റൂരിൽ മത്സരിച്ചാലേ വിജയസാധ്യതയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും മന്ത്രി ഉറപ്പിച്ചു വരുന്നത് യുവ നേതാക്കൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ഇന്നലെയാണ് ഈ ISJDയുടെ ചിറ്റൂരിൽ വെച്ചുള്ള നിയോജക മണ്ഡലം നേതൃയോഗം നടക്കുന്നത്. ഈ നേതൃയോഗത്തിനിടയിലാണ് അഡ്വക്കേറ്റ് V മുരുകദാസാണ് ഇനി ചിറ്റൂരിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രഖ്യാപിക്കുകയായിരുന്നു. ഏതായാലും അഡ്വക്കേറ്റ് V മുരുകദാസ് ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റ് കൂടിയാണ്. മാത്രമല്ല ISJDയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് അഡ്വക്കേറ്റ് V മുരുകദാസ്. ഏതായാലും ചിറ്റൂരിലെ നിയോജക മണ്ഡലം നേതൃയോഗത്തിലാണ് ഇപ്പോൾ മുരുകദാസിന്റെ പേര് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇപ്പോൾ നിർദ്ദേശിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി ഈ പ്രഖ്യാപനത്തിന് ISJDയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു അനുമതി കൂടി വേണം. അതിനുശേഷം പിന്നീട് ഔദ്യോഗികമായി LDFന്റെ സ്ഥാനാർത്ഥിയായി V മുരുകദാസിന്റെ പേര് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യും. ഏതായാലും മുരുകദാസിന്റെ പേര് ഇനി നിയോജക മണ്ഡലത്തിന് ശേഷം സംസ്ഥാന കമ്മിറ്റി ഉടൻ തന്നെ ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. ഏതായാലും കോൺഗ്രസ് അവിടെ ഇത്തവണ ചിറ്റൂരിൽ മത്സരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് DCC വൈസ് പ്രസിഡന്റും ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ചെയർമാനും കൂടിയായിട്ടുള്ള സുമേഷ് അച്യുതനെയാണ് എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മുരുകദാസിന്റെ വിജയസാധ്യത എത്രത്തോളം ഉണ്ട് എന്നെല്ലാം സംസ്ഥാന നേതൃത്വമാണ് പരിശോധിക്കുക. ആ പരിശോധനകൾക്ക് ശേഷം ഔദ്യോഗികമായി ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാവും. പക്ഷേ മുരുകദാസും ചിറ്റൂരിൽ വലിയ പ്രശസ്തിയുള്ള ആളാണ് എന്നുള്ളതാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി തന്നെ പറയുന്നത്. കാരണം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചിറ്റൂരിൽ എവിടെയെല്ലാം ഏതെല്ലാം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ അവിടെയെല്ലാം നമുക്ക് നിറസാന്നിധ്യമായി മുരുകദാസിനെയും കാണാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചിറ്റൂരിൽ തനിക്കൊപ്പം തന്നെ ഉള്ള ആളാണ് മുരുകദാസ്. മുരുകദാസിനെ വേറെ ഒന്നും ചിറ്റൂരുകാർക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. അതുകൊണ്ട് മുരുകദാസും വലിയ വിജയ സാധ്യതയുള്ള ഒരു നേതാവാണ് എന്നുള്ളതാണ് ഈ നേതൃയോഗത്തിനിടയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി നേതാക്കളോടും പ്രവർത്തകരോടും അറിയിക്കുകയും ചെയ്തിട്ടുള്ള അരുൺകുമാർ. താങ്ക് യു. ഇക്ബാൽ ഇറക്കലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചിറ്റൂരിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മുരുകദാസ് കൃഷ്ണൻകുട്ടിക്ക് പിൻഗാമിയായി വരുന്നു.